ഹൈന്ദവ സമൂഹത്തിന് സംഭവിക്കുന്ന മൂല്യശോഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും പ്രതിരോധിക്കാനും കേരള മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് മുന്നോടിയായി ശ്രീരാമജ്യോതി പ്രയാണവും ശ്രീരാമ പാദുക ശംഖാഭിഷേകവും നടത്തും. കേരളത്തിലെ പ്രമുഖ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ 12-ന് പാലക്കാട് എത്തിച്ചേരും. സെപ്റ്റംബർ 7 മുതൽ 28 വരെ പാലക്കാട് പര്യടനം നടത്തുമെന്ന് രക്ഷാധികാരി സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അയോധ്യയിൽ നിന്നുമെത്തുന്ന കെടാവിളക്കിനും പാദുകത്തിനും സെപ്റ്റംബർ 5-ന് വാളയാറിൽ സ്വീകരണം നൽകും. ചിന്മയ കൃഷ്ണക്ഷേത്രം, മാത്തൂർ അദ്വൈതാശ്രമം എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷം കൊല്ലങ്കോട്, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പാലക്കാട് എന്നീ ജില്ലകളിൽ 5 ദിവസം വീതം പര്യടനം നടത്തും. ജില്ലയിലെ എല്ലാ മുഖ്യക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തുന്ന യാത്രയിൽ ഭക്തർക്ക് ദർശനവും അനുഗ്രഹവും നേടാൻ അവസരമുണ്ടാവും. ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ അശേഷാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ഒരു സ്വീകരണം, അവിടുന്ന് സ്വീകരിച്ച് ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ പാതുക അവിടെ വെച്ച് പൂജിച്ച ശേഷം പിന്നെ നമ്മുടെ വെട്ടിക്കാട്, മാത്തൂർ വെട്ടിക്കാട് അദ്വൈതാശ്രമത്തിൽ ഒരു ദിവസം അത് കിടാവിളക്കായി പൂജിച്ച് സംരക്ഷിക്കും. 7-ാം തീയതി മുതൽക്കാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രയാണം. 21 ദിവസം പാലക്കാട് റവന്യൂ ജില്ല മുഴുവൻ. അത് ആദ്യം കൊല്ലങ്കോട് മേഖലയിൽ ആരംഭിക്കുന്നു. കൊല്ലങ്കോട് അയ്യപ്പൻകാവിൽ നിന്ന് ആരംഭിക്കുന്നു. 7-ാം തീയതി വൈകുന്നേരം 4:30-5 മണിക്ക് അവിടുന്ന് തുടങ്ങി പിന്നീട് കൊല്ലങ്കോട് മേഖലയിൽ 5 ദിവസം, അത് കഴിഞ്ഞ് ഒറ്റപ്പാലം മേഖലയിൽ 5 ദിവസം, അത് കഴിഞ്ഞ് മണ്ണാർക്കാട് മേഖലയിൽ 5 ദിവസം, പിന്നെ പാലക്കാട് മേഖലയിൽ അവസാനം 5 ദിവസം. സന്ദേശയാത്രയുടെ ഭാഗമായി ഹിന്ദു മഹാസഭ സമ്മേളനം നടക്കും. സംഘാടക സമിതി അംഗങ്ങളായ പ്രസാദ് ബെണ്ണക്കര, ഇ രവീന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.